ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. 12 മത്സരങ്ങൾ കളിച്ചപ്പോൾ 7 മത്സരങ്ങളിലും പരാജയപ്പെട്ടു. എതിരാളികളുടെ മൈതാനത്തും സ്വന്തം മൈതാനത്തും ഒരുപോലെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ക്ലബ്ബുകളിൽ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അങ്ങനെ മോശം പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ISL ഒരു കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സ്വന്തം മൈതാനത്ത് ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ടീമുകളുടെ ഒരു ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് അതിൽ മുൻപന്തിയിൽ തന്നെ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്വന്തം മൈതാനത്ത് വഴങ്ങിയിട്ടുള്ളത് മുഹമ്മദൻ SC ആണ്. 11 ഗോളുകളാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. തൊട്ടുപിറകിൽ ഒഡീഷ വരുന്നു, 10 ഗോളുകൾ അവർ വഴങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജംഷഡ്പൂരും ഹൈദരാബാദും 10 ഗോളുകൾ വീതം വഴങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പിറകിലാണ് ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ വരുന്നത്. 9 ഗോളുകൾ വീതമാണ് സ്വന്തം മൈതാനത്ത് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും വഴങ്ങിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി സ്റ്റേഡിയം എപ്പോഴും ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ സീസണിലെ പല ഹോം മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പിറകിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും FC ഗോവയുമാണ് വരുന്നത്. 8 വീതം ഗോളുകൾ ഹോമിൽ വഴങ്ങിയിട്ടുണ്ട്. മുംബൈ സിറ്റി FC, ബംഗളൂരു FC, ചെന്നൈയിൻ FC, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നിവർ 6 ഗോളുകൾ വീതമാണ് സ്വന്തം മൈതാനത്ത് വഴങ്ങിയിട്ടുള്ളത്. പഞ്ചാബ് FC 5 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കണക്കുകൾ ഇപ്പോൾ വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് 9 ഗോളുകളാണ് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം ഹോം മത്സരമാണ് കളിക്കുന്നത്. മുഹമ്മദൻ SC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. അവർക്കെതിരെ വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.